2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടാന ഭീതിയിൽ ജനങ്ങൾ. രാത്രി 2 മണിയായപ്പോൾ ആന കയറി ഞങ്ങളുടെ ഏലം, വാഴ, തെങ്ങ് അങ്ങനെ മറ്റുള്ള ആദായങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. വേനൽ കനത്തതോടെ വനാതിർത്തിയിലെ ജനവാസ മേഖലയായ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോഴിമല പ്ലാന്തോട്ടത്തിൽ വിജയഭാസ്കറിന്റെ വീടിന് സമീപം കഴിഞ്ഞ രാത്രി 2 മണിക്കാണ് കാട്ടാന വന്നത്. വിജയഭാസ്കറിന്റെ വീടിന് വളപ്പിലെ കൃഷികളായ ഏലവും തെങ്ങുകളും വാഴകളും കാട്ടാന വലിയ തോതിൽ നശിപ്പിച്ചു. വലിയ ഭീതിയിലാണ് നാട്ടുകാർ. കാട്ടാനകൾ ഇങ്ങനെ പല പ്രാവശ്യവും വനാതിർത്തിയിൽ കടന്നു വരുന്നതായും നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് കൃഷികൾ നശിപ്പിക്കുന്നതും കർഷകരുടെ തീരാവേദനയാണ്. ഇത്തരം സംഭവങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം മലയോര കർഷകരെയും പൊതുജനങ്ങളെയും കാര്യമായി ബാധിക്കുന്നു. ആയതിനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നും സോളാർ വേലികൾ ഇവിടെ സ്ഥാപിക്കണമെന്നുള്ളതും മറ്റുള്ള എല്ലാവിധമായ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വിജയഭാസ്കരൻ, പ്ലാന്തോട്ടത്തിൽ, കോഴിമല. എൻ്റെ പറമ്പിൽ ഇന്നലെ രാത്രി 2 മണി ആയപ്പോഴത്തേനും ആക്രമണമായിരുന്നു. ഞങ്ങൾക്ക് ഈ കണക്കിന് ജീവിതം പറ്റിയല്ല. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മുതലിനും ഞങ്ങൾക്ക് രക്ഷമാർഗം വേണം. അതിനെത്രയും വേഗം സർക്കാരിന് നടപടിയെടുക്കണം. രാത്രി 2 മണിയായപ്പോൾ ആന കയറി ഞങ്ങളുടെ ഏലം, വാഴ, തെങ്ങ് അങ്ങനെ മറ്റുള്ള ആദായങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു രക്ഷയില്ല. അതുകൊണ്ട് അധികാരികൾ ഇതിന് എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിന് റേഞ്ച് ഉണ്ടാക്കി ആന കയറാതെ, കാട്ടുപന്നികൾ കയറാതെ ഞങ്ങളെ സംരക്ഷണം തന്ന് സഹായിക്കുക. ഞാൻ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിമല പ്രദേശത്ത് ജനവാസ മേഖലകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നത് സംബന്ധിച്ച് പല തവണ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിന് മുമ്പിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഗവൺമെൻറ് പത്രത്തിൽ കൂടിയുള്ള വാർത്തകൾ മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംഭവത്തെ അപലപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൃഷിക്കാർക്ക് ഇന്നിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോഴിമല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ന് വന്യജീവികൾ ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു. കോഴിമലയിൽ ഇപ്പോൾ ഏതാണ്ട് 4 തവണയായി, ഈ സീസണിൽ തന്നെ 4 തവണയായി കാട്ടുമൃഗങ്ങൾ കയറി കൃഷിക്കാരുടെ കൃഷികൾ നശിപ്പിക്കുകയും അവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാർ നിസ്സംഗത പാലിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ വന്യജീവിയുടെ ജീവനെ ഒപ്പം മനുഷ്യൻ്റെ ജീവനും കൂടെ വില കൽപ്പിക്കണം എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പലതവണ ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ബന്ധപ്പെട്ട മന്ത്രി ഉള്ള ഈ ജില്ലയിൽ അദ്ദേഹത്തിന് പോലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത നിലയിലാണ് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റോഷി ഇവിടെ MLA ആയും മന്ത്രിയായും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ പോലും ഈ പ്രദേശത്തിലെ മുഴുവൻ ആളുകളെ അറിയാം എന്നൊഴിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. MLA മന്ത്രി എന്ന നിലയിൽ ഈ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പോലും വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 2010 മുതൽ 2016 വരെയുള്ള കാലയളവിൽ റോഷിയും ഞാനും ഒക്കെ ജനപ്രതിനിധിയായി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു. റോഷി അന്ന് MLA ആണ്. റോഷി കോഴിമലയുടെ വികസനത്തിന് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്ച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ റോഷിക്കും കഴിയുന്നില്ല. നിസ്സഹായത ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ കൃഷിക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി നമ്മുടെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വളരെ കാട്ടുമൃഗങ്ങളുടെ ക്രൂരമായ പീഡനത്തിന് മനുഷ്യർ ഇരയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രദേശത്തെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമാണ് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. മനുഷ്യൻ ജീവിതം വഴിമുട്ടി ഒരു പെൻഷൻ പോലും കൊടുക്കാതെ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ ഇത് കണ്ടില്ല എന്ന് ജനത്തിൽ നിൽക്കുവാൻ കഴിയില്ല. ശക്തമായ സമരപരിപാടികൾക്ക് പൊതുജനങ്ങൾ ഇവിടെ തയ്യാറാകും. രാഷ്ട്രീയത്തിനൊക്കെ ഉപരി ജനങ്ങൾ സംഘടിതമായി നിന്ന് ഈ കാട്ടുമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ എടുക്കേണ്ടി വരും.
ഞങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ഉള്ള തോക്കില്ലെങ്കിൽ പോലും ആനയെ തുരത്തുവാനും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാനും ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാതെ ഞങ്ങൾ കാട്ടിലേക്ക് കടന്നാൽ ഞങ്ങളുടെ പേരിൽ കേസെടുക്കുകയും ഞങ്ങളുടെ ആളുകളെ പിടിച്ച് ജയിലിലിടുന്നതും അവസ്ഥയാണ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തി അടിയന്തരമായി നമ്മുടെ ഗവൺമെൻറ് ഉണർന്നു പ്രവർത്തിച്ച് ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കൃഷിയിടങ്ങളിൽ കയറി ആന കൃഷി നഷ്ടപ്പെടുത്തിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് ബന്ധപ്പെട്ട മന്ത്രി അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഇവിടെ ഒരു രൂപ പോലും അവർക്ക് സഹായം എത്തിക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പരിമിതികൾ ഒക്കെ ഉണ്ട് എന്ന് ജനങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാൻ പോലും ഈ ഗവൺമെൻറ്റിന് കഴിയാതെ വന്നാൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ജനങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണം എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.